അപ്പൊ ഇനി ഇതിന് എത്ര പേര് മലയാള സിനിമ കാണുന്ന ആൾക്കാരുണ്ട്? മലയാള സിനിമ കാണുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും മലയാള സിനിമ കാണുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള മാജിക്കാണ് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്. സോ ആരെങ്കിലും ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരാതിരിക്കരുത്. ഓക്കെ ആണല്ലോ? അപ്പോ ഏതെങ്കിലും ഒരു വ്യക്തി മലയാള സിനിമ കാണുന്ന ആരെങ്കിലും ഒരാളൊന്ന് വേദിയിലോട്ട് വരാമോ? മലയാള സിനിമ കാണുന്ന കുഞ്ഞുമക്കളല്ല, വലിയ ആൾക്കാർ ആരെങ്കിലും ഒരാൾ വേദിയിലോട്ട് വരാമോ? സ്റ്റേജിലോട്ട് വരികയാണെങ്കിൽ നല്ലൊരു കയറ്റി തുടങ്ങി. തീർച്ചയായും നിങ്ങൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലൊന്നും ഇവിടെ ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും. സിനിമ കാണുന്ന ആൾക്കാരാണല്ലോ അല്ലേ? ഞങ്ങളുടെ പേരെന്തായിരുന്നു? റിസാന. ഓക്കെ മാം, നമ്മൾ ഈ മലയാളം മൂവി കാണുമ്പോൾ എല്ലാവർക്കും പേഴ്സണലായിട്ട് ഏതെങ്കിലും ഒരു ആക്ടർ ഇഷ്ടമുണ്ടാവും അല്ലേ? അല്ലേ? മാമിന് ഭയങ്കര ഇഷ്ടമല്ലേ? എത്രയായാലും 20,000 4,000 ഇഷ്ടമുണ്ടാവില്ല അങ്ങനെ ഒരാളെ അല്ലേ? അവർ ചെയ്തു വെച്ചിട്ട് കഥാപാത്രത്തിന്റെ ബേസിൽ നമുക്ക് അവരോട് ഇഷ്ടമുണ്ടാവും അല്ലേ? പക്ഷെ നമുക്ക് എന്റെ കയ്യിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. നമുക്ക് ഇവർക്കൂടി മനസ്സിലാവുന്ന രീതിയിൽ വേണ്ടിയിട്ട് ഞാൻ എന്റെ കയ്യിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. കംഫർട്ടാക്കാൻ ഈ ആൾക്കാരുടെ കുറെ ഫോട്ടോസ് ഉണ്ട്. ഇതിലെ ആൾക്കാരെ ഒന്ന് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഇതൊക്കെയാണെന്നുള്ളത് കുറച്ച് ഉറക്കി പറഞ്ഞാൽ ഇതിനേക്കാൾ ഒച്ചയുണ്ട് വീട്ടിലല്ലേ ചില കാര്യങ്ങൾ. ഓക്കെ, കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ, മമ്മൂട്ടി, മോഹൻലാൽ, ജയസൂര്യ. ഇതിന് പേരെ നിങ്ങൾ അറിയത്തില്ലേ? ഈ ഫോട്ടോയിലുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് അറിയാമോ അല്ലേ? ഓക്കെ, ഇതിൽ നിന്ന് റാൻഡമായിട്ട് നമ്മൾ ഒരാളെ തെരഞ്ഞെടുക്കാൻ പോകണം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മാമിന് ഇതിലൂടെ എളുപ്പമുണ്ട് അല്ലേ? പക്ഷേ ഞാൻ ആദ്യമേ നേരത്തെ നമ്മൾ മാജിക് കാണിക്കുമ്പോൾ പറഞ്ഞു, ബേസിക്കലി മാജിക് ആയാലും മെന്റലിസം ആയാലും അതിന്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അല്ലേ? അത് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞൊരു സംഭവമാണ്. പക്ഷെ എന്റെ കയ്യിൽ ഇത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ ഒരു വിലയുണ്ട്. അത് കുറച്ച് കാർഡ്സാണ്. ഓക്കെ, അപ്പൊ ആദ്യം കാർഡ്സ് കളിക്കുന്ന ആളല്ല എന്ന് എനിക്കറിയാം, എങ്കിലും എനിക്കറിയാം കളിക്കുന്ന ആളാണ്. എന്നാലും ഞാൻ പറഞ്ഞു. ഓക്കെ, ഒന്ന് ഷഫിൾ ചെയ്യാം. അപ്പൊ ഈ കാർഡ്സ് നേരത്തെ നമ്മൾ പറഞ്ഞ കാർഡ്സിന് ഒരു 52 കാർഡ് ഉണ്ട്. അതിനകത്ത് എല്ലാം ഡിഫറെന്റ് ആണ്. പൊതുവെ മജീഷ്യൻസ് ഉപയോഗിക്കുന്ന കാർഡ്സ് എല്ലാം ഒരേ ക്വാളിറ്റി ആണെന്നുള്ള ധാരണയുണ്ട്. അത് കാരണം ഒന്ന് തിരിച്ചു നോക്കിക്കോട്ടോ, എല്ലാം ഡിഫറെന്റ് ആയിട്ട്. ഓക്കെ ആണല്ലോ? എല്ലാ കാർഡ്സും ഇതിനകത്ത് ഇഷ്ടമുള്ള ഒരു കാർഡ് വയ്ക്കാം. ഏതെങ്കിലും എന്നെ കാണിക്കാം. നമ്പർ ഏതാ കാണിക്കേണ്ട, കാർഡ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെയോ? ഒന്നിനെങ്കിൽ നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ലോക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ വട്ടവർ. എന്തായാലും അത് മനസ്സിലാക്കാം. എന്നെ കാണിക്കട്ടെ. നമ്പർ അറിയാലോ, ഒന്നുകൂടി ഷഫിൾ ചെയ്തു, നന്നായി ഷഫിൾ ചെയ്ത് വയ്ക്കാം. ഓൾറെഡി ആ കാർഡ് ഏതാണെന്ന് നേരത്തെ അറിയാം അല്ലേ? ഓക്കെ, ഓക്കെ. അപ്പൊ ഇത് മെല്ലെ ഇവിടെ ഇരുന്നോട്ടെ. ഇനി കാർഡിന്റെ നമ്പർ എത്രയാണെന്ന് ഞാൻ ഓൾറെഡി അറിയാമെന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് മാം എടുത്തിരിക്കുന്ന കാർഡിലെ നമ്പറുള്ള ഒരു ഫോട്ടോ ഉണ്ട്. അത് ഏതാണെന്ന് മാമിന് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ? ഏതെങ്കിലും ഉണ്ടാവും. അത് ഏതാണെന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. ആ ആക്ടറെ അല്ലെങ്കിൽ ഹീറോയിന്റെ പേര് എന്താണെന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. ഏറ്റവും ടോപ്പിലൊക്കെ കൊടുത്ത് വെച്ചേക്കരുത്. ടോപ്പിൽ കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അതിന് വരും അല്ലേ? അപ്പൊ ഇനി ഇവിടെ തന്നെ ഇരിക്കുന്ന ആളാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ. വീട്ടിലത്തെ അഭിനയം എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ കാണാം. വെച്ചോളൂ. അതായത് ഞാൻ സെലക്ട് ചെയ്ത നമ്പറിൽ ഒരു ആക്ടർ ഉണ്ട്. ആ ആക്ടറുടെ പേരെന്താണെന്ന് നോക്കി മനസ്സിലാക്കി വെക്കാം.
മാം ഒരു കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ആ ഫോട്ടോ എടുത്തിട്ട് ഏറ്റവും ടോപ്പിലൊന്ന് കൊടുത്ത് വെച്ചേക്കരുത്. ഇനി പേരറിയാത്ത ആളാണെങ്കിൽ അവിടെ പോയിട്ട് ചോദിക്കാം. ആളെ മനസ്സിലായെങ്കിൽ എല്ലാ ഫോട്ടോകളും കൂടിയിട്ട് ആ സൈഡിലോട്ട് കൊണ്ടുവയ്ക്കാം. മാറ്റി വെക്കണ്ട ഒന്നും. എല്ലാ ഫോട്ടോസും അവിടെ വെക്കാം. വെച്ചോ? ആളെ മനസ്സിലായോ? ആളെ മനസ്സിലായോ? ഇനി നമുക്കറിയാം ഈ മനസ്സിലുള്ള കാര്യങ്ങൾ പിക്ക് ചെയ്തെടുക്കാൻ പുള്ളിക്ക് പെട്ടെന്ന് പറ്റും. കാരണം സ്ഥിരം ഫേസല്ലേ, അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. മാം ചെയ്യേണ്ടത് അദ്ദേഹത്തിന് പടങ്ങി കണ്ടിട്ടുള്ളതാണോ? കണ്ടിട്ടുണ്ട്. ഓക്കെ. അദ്ദേഹത്തിന്റെ പേരൊന്ന് മനസ്സിൽ പറയാം. മനസ്സിൽ പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ പേര് മനസ്സിൽ പറയാം. ഇഷ്ടമാണോ അദ്ദേഹത്തെ? ഇഷ്ടമാണോ? ഒരു ലേഡിയാണല്ലേ? അല്ലേ? എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ നിന്ന് കാലെടുത്ത് വെച്ചവരൊക്കെ പുറം നാട്ടിൽ പോയിട്ട് ഭയങ്കര വലിയ ആൾക്കാരായിരുന്നു അല്ലേ? ഇതാണ് എന്റെ ക്ലൂ എന്ന് പറയുന്നത്. പുള്ളി മനസ്സിൽ പറഞ്ഞ ആള് നയൻതാരയാണെങ്കിൽ ഞാൻ കൈയടിച്ചാൽ അവർ കൈയടിക്കും. നയൻതാരയാണോ? താങ്ക് യു. ഈസി അല്ലേ ഇത്? അല്ലേ? ഓക്കെ. ഇനി ഇത്ര നേരം നമ്മൾ മാജിക്കിലോട്ട് നമുക്ക് വരാം കേട്ടോ. ഇനി അടുത്തൊരു ചെറിയൊരു ഗെയിമാണ്, ഒരു കുഞ്ഞൊരു ഗെയിം. ഈ ഗെയിമില് ഒരു ഗ്ലാസിന്റെ സ്ക്വയർ കാണാനുണ്ട് ഇവിടെ. ഇനി എന്റെ കയ്യില് ഒരു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറച്ച് കള്ളികളുണ്ട്, ഓ എന്ന് പറഞ്ഞ കുറച്ച് കള്ളികളുണ്ട്. ഓക്കെ. അപ്പൊ ഇതില് നമ്മൾ ഈ ചില ഗെയിമുകളുണ്ട്. ഒരു റോ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സമ്മാനം അല്ലേ? ഇവിടെ നിങ്ങോട്ട് ഒരു റോ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ സമ്മാനം, ഇങ്ങനെയാണെങ്കിലും സമ്മാനം, ഇങ്ങനെയാണെങ്കിലും സമ്മാനം. അപ്പൊ ഒരു സൈഡ് മത്സരിക്കുന്നത് ഞാനാണ്. ഇതിന്റെ ഗിഫ്റ്റ് അവിടെ ഇരിക്കുന്ന അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത്. ഞാനാണോ വിൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങളാണോ വിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പൊ എല്ലാവരും നന്നായി നോക്കണം. പക്ഷെ ഇവിടെ ലീഡ് ചെയ്യുന്നത് അല്ലേ, ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത് ഞാനായതുകൊണ്ട് ഫസ്റ്റത്തെ ചോയ്സ് ഞാനാണ്, എനിക്കാണ് ആദ്യം ഞാൻ വെക്കുന്നത്. ഓക്കെ ആണോ? യെസ്. അപ്പൊ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഓയാണ്. ഇവിടെ വെച്ചാൽ മതി അല്ലേ? താഴെ അപ്പൊ അവിടെ വെച്ച എനിക്കുള്ളൊരു ചാൻസ് നീ കളഞ്ഞില്ലേ? ഇനി ഞാൻ എവിടെ വെക്കണം എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ പറഞ്ഞു? നിങ്ങൾക്ക് ഊഹിക്കാം അല്ലേ? എല്ലാവരും ഈ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ടല്ല. ഇനി എവിടെ വെക്കും? ലാസ്റ്റ് ചാൻസ് ആണ്. എനിക്ക് കിട്ടുന്ന സമ്മാനം ഞാൻ പകുതി തരാം. അതുപോലെ ഇനി ഇതിന്റെ സമ്മാനം ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി എഴുതായിരുന്നു. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇവിടെ കളിച്ചതും കളിപ്പിച്ചതും ആരാന്നാ വിചാരിക്കുന്നത്? കളിച്ചതും കളിപ്പിച്ചതും ഈ കളി ആരായിരിക്കും? ഒരു പ്രത്യേകത ഞാൻ കാണിക്കാം. ഈ എല്ലാ ഫോട്ടോസിന്റെയും കോർണറിൽ മീൻസ് ബാക്ക് സൈഡില് ഒരു പിക്ചർ ഉണ്ട്. കാണുന്നുണ്ടോ? എന്താ എഴുതിയിരിക്കുന്നതിന്? സെലക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കഴിഞ്ഞാൽ ബാക്കിലുള്ള പിക്ചറിന് ഒരു വ്യത്യാസം വരും.
ഇരിക്കട്ടെ ഞാന്. എന്തായിരിക്കും ബാക്കില്? അപ്പൊ ഒരു കയ്യടി വേണ്ടേ? വേണ്ടേ? ഈ പീസില് ഏതെങ്കിലും ഒരെണ്ണം മാറിപ്പോയിട്ട് എന്തുണ്ടാവും? അപ്പോഴും ഞാൻ തോറ്റു പോകും. മാജിക് ഷോയോ? മാജിക് ഷോ എന്നുള്ള കയ്യടിയാണ്. മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇനി ഇതില് +1 +2 ഡിഗ്രി പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? +1 +2 ഡിഗ്രി ആരെയുള്ള? ഒരാള്. മോളുടെ പേരെന്താ? പേര് വാ. നല്ലൊരു കയ്യിൽ ഉണ്ട്. എനിക്കൊരു ചായ തരാം. ഒരു ചായ. താങ്ക് യു. മോൾ എന്താ പഠിക്കുന്ന? ഡിഗ്രിക്കാണ്. ഓക്കെ, മോൾ ഇവിടെ ഇരുന്നോളൂ. ഇത് ഒരുപാട് ചിലപ്പോൾ TV ഷോസിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലത്തെ ഒരു മാജിക് ആണ്. എന്റെ കയ്യില് എല്ലാവരും നോക്കി ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞോ. ഇനി എന്റെ കയ്യിൽ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്നത് ഒരു ബുക്കാണ്. ഈ ബുക്കിന്റെ പേരെന്താ? കാണാണ്ടോ? ബുക്കിന്റെ പേര് റൈറ്റ് മീ എ ലവ് സ്റ്റോറി. ദേവേന്ദ്ര സിംഗ് എഴുതിയ ഒരു പുസ്തകമാണ്. പുസ്തകം ഒന്ന് ചുമ്മാ ഒന്ന് നമ്മുടെ ഓഡിയൻസിന് കാണിച്ചു കൊടുത്തേ. എല്ലാം ഒന്ന് മറച്ചു നോക്കി. ആ പേജ് മൊത്തം ഒന്ന് മറച്ചു നോക്കി. ടോട്ടൽ അതിനകത്ത് എത്ര പേജ് ഉണ്ട് ആ ബുക്കിനകത്ത്? 345. 345 പേജുള്ള ഒരു ബുക്ക്. അപ്പോൾ ചെയ്യുന്നത് എല്ലാ പേജും ചുമ്മാ ഒന്നും മറച്ചു നോക്കുക. കാരണം ആ പേജ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമ്പർ എല്ലാ പേജിനുള്ളിൽ ചുമ്മാ ഒന്ന് മറച്ചു നോക്കിയാൽ വെറുതെ ഒന്ന് മറച്ചു നോക്കുക. കാരണം ഈ മാജിക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ഒരു ധാരണയുണ്ട്. നോർമൽ ബുക്കല്ലേ എന്നുള്ളതൊന്ന് നോക്കാം. ഞാൻ പറയുന്ന സമയത്ത് താങ്കൾ ഇതിൽ നിന്ന് ഒരു പേജ് സെലക്ട് ചെയ്യും. ഒരു പേജ് നമ്പർ. അതിന്റെ ആ പേജ് നമ്പറിൽ നിന്ന് ആ പേജ് നമ്പറിൽ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ ആ ഫസ്റ്റ് സെന്റൻസ് വരുന്ന പേര് ചിലപ്പോൾ ഈ ആവാം എന്തായാലും ആ ഫസ്റ്റ് തുടങ്ങുന്ന ആ വേർഡ് എന്താണോ അത് നോക്കി മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണോ? റെഡി? ഇതിന്റെ എല്ലാം കൺട്രോള് എന്റെ കയ്യിലായിരിക്കും അല്ലേ? അപ്പൊ ഇത് തുടങ്ങുന്നതിന് മുൻപ് ഇത് കയ്യിൽ വെച്ചോ. നമുക്ക് ഇതിന് ഇദ്ദേഹം കറക്റ്റ് ആണോ എന്നറിയണ്ടേ? ഈ കാർഡ് ഒന്ന് ഷഫിൾ ചെയ്ത് ഇപ്പൊ ഇതിനകത്ത് എല്ലാ കാർഡ്സും ഉണ്ട്. ഇദ്ദേഹമാണ് ഈ കാർഡ് ഷഫിൾ ചെയ്തത്. പക്ഷെ ഇദ്ദേഹം ഈ ഡക്കിൽ ഏത് കാർഡ് എടുക്കും എന്നുള്ളത് ഞാൻ ആദ്യമേ ഒന്ന് പറയാൻ പോവാണ്. ഇതിൽ നിന്ന് ഇദ്ദേഹം ഏത് കാർഡ് എടുക്കും എന്നുള്ളത് ഞാൻ ആദ്യമേ ഒന്ന് പറയാൻ പോവാം. എല്ലാ കാർഡ്സും ഉണ്ട് അല്ലേ? ഇദ്ദേഹം നന്നായി ഷഫിൾ ചെയ്തതാണ്. ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ലേഡിയല്ലേ, അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇതിൽ നിന്ന് എടുക്കുന്ന കാർഡ് ക്യൂൻ ആയിരിക്കും. ക്യൂൻ അറിയത്തില്ലേ? ക്യൂൻ എന്ന കാർഡായിരിക്കും ഇതിൽ നിന്ന് താങ്കൾ എടുക്കുക എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ക്യൂൻ ഓഫ് ഹാർട്സ് ആയിക്കോട്ടെ അല്ലേ? ക്യൂൻ ഓഫ് ഹാർട്സ് എന്ന കാർഡായിരിക്കും ഇദ്ദേഹം
ഇതിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ക്ലാപ്പ് ചെയ്യാമോ? ജസ്റ്റ് ഒരു ക്ലാപ്പ്. ഓക്കെ. അപ്പോ ഇത് ആ മാജിക്കിന് മുന്നോടിയായിട്ടുള്ളൊരു മാജിക് ആണോ? എന്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആവോ എന്ന് അറിയാൻ എനിക്കൊരു ധാരണയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിതിന് കാർഡൊന്നും ഫുള്ളായിട്ട് കാണിച്ചു കൊടുക്കുന്നില്ല. ജസ്റ്റ് ഈ കാർഡ്സിന്റെ കൺട്രോൾ എന്റെ കയ്യിലാണ്. ജസ്റ്റ് ഈ കാർഡ്സ് ഞാൻ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് പിക്ക് ചെയ്യുന്ന കാർഡായിരിക്കും ക്യൂൻ ഓഫ് ഹാർട്സ്. ഏതാ കാർഡ്? ക്യൂൻ ഓഫ് ഹാർട്സ്. ഞാൻ വേറെ എവിടെയെങ്കിലും കാർഡ് കൊടുത്ത് വെക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് നന്നായി നോക്കണം. ഓക്കെ, റെഡിയാണോ? കാർഡ് കണ്ടിട്ട് സ്റ്റോപ്പ് പറയാം. റെഡി? ഓക്കെ, മതിയോ? പെട്ടെന്ന് ആള് സ്റ്റോപ്പ് ആകുന്നു അല്ലേ? അദ്ദേഹത്തിന്റെ മൈൻഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കാർഡ് താഴെയാണ് ഇരിക്കുന്നത്. ഈ ഫസ്റ്റ് വേർഡ് നോക്കണം. ഇതിന്റെ എല്ലാം കൺട്രോൾ എന്റെ കയ്യിലാണ്. ഞാൻ ഇവിടെ ഒരു മാർക്കർ വയ്ക്കാം. എന്തെങ്കിലും റെഡി? ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് പറയാം. എവിടെയെങ്കിലും ഞാൻ നോക്കുന്നോ നോക്കണം കേട്ടോ. റെഡി? സ്റ്റോപ്പ്. അതെന്താ എവിടെ ചെന്നാലും ആരെങ്കിലും പറഞ്ഞിട്ടോ? എവിടെ ചെന്നാലും നടുവിൽ പിടിക്കുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏത് സൈഡിൽ നോക്കും? റൈറ്റ് സൈഡ്. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. അപ്പൊ ആള് റൈറ്റ് സൈഡില് നോക്കാന്ന് പറഞ്ഞു. നമ്പർ നോട്ട് ചെയ്യണം. പിന്നെ എന്ത് നോക്കും? വേർഡ്. ഞാൻ ഏതെങ്കിലും രീതിയിൽ ഞാൻ നോക്കുന്നുണ്ടോന്ന് നോക്കണോ? ഏതെങ്കിലും രീതിയിൽ ഞാൻ നോക്കുന്നുണ്ടോ നോക്കണം. ഫസ്റ്റ് പേജ് നമ്പർ നോക്കാം, വേർഡ് നോക്കാം. നോക്കിയോ? ഓക്കെ ആണോ? പേജ് നമ്പർ നോക്കി, വീട് നോക്കി. ഓക്കെ ആണോ? ഇന്ന് എഴുന്നേറ്റോ? ഇത്ര പെട്ടെന്ന് കണ്ടോ? ഓക്കെ. അപ്പൊ ഇനി പേജ് നമ്പർ എത്രയാണെന്ന് മനസ്സിൽ വിചാരിക്കാം. മറന്നുപോയത് നമുക്കറിയാം. 300 എത്ര ടോട്ടൽ എത്രയുണ്ടായിരുന്നു? പേജ് ടോട്ടൽ പേജ് 345 അല്ലേ? ഓക്കെ. ഓക്കെ, ഏകദേശം ഒരു മിഡിലിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാൽക്കുലേഷൻ. അപ്പൊ ആ പേജ് നമ്പർ ആദ്യം മനസ്സിൽ വിചാരിക്കാം. ഓക്കെ, മനസ്സിൽ വിചാരിച്ചു. എന്തായാലും നമുക്ക് 3 അക്കേ ഉള്ളൂ അതിനകത്ത്. റെഡി? ഓക്കെ ആണോ? ഒന്ന് ഇമാജിൻ ചെയ്തേ മനസ്സിൽ. 1 6 162 ആണോ? ആണെങ്കിൽ ഒന്ന് ക്ലാപ്പ് ചെയ്യണം. വീട് കണ്ടായിരുന്നോ? ഒന്ന് മനസ്സിൽ വിചാരിച്ചു. പെട്ടെന്ന് വിചാരിക്കാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് വിചാരിക്കാൻ പറ്റുകയാണെങ്കിൽ ചെറുതായിരിക്കും അല്ലേ? മനസ്സിൽ വിചാരിച്ചു. 162 പേജ് നമ്പറിന്റെ താഴെ അല്ലേ? ഓൾമോസ്റ്റ് ആണോ? ആണെങ്കിൽ ഒരു നല്ലൊരു കാര്യമായിരുന്നു. താങ്ക് യു. അപ്പൊ മാജിക്കൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു നല്ലൊരു കാര്യത്തോടെ. അപ്പൊ താങ്ക് യു.